ഹരി ഓം. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ചകിതയായ ഉത്തര തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ ഭഗവാനെ വിളിച്ചു വിലപിക്കുന്ന പ്രാർത്ഥന കേൾക്കാം. പാഹി പാഹി മഹായോഗ്യൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ശ്രീമദ് നാരായണീയം ദശകം 86. സാൽവാദിവധവും മഹാഭാരത യുദ്ധവും. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. സാല്യോ ഭൈഷ്മീ വിവാഹേ യദുബലവിജിത ചന്ദ്രചൂടാത്മിമാനം ബിന്ദൻ സൗഭം സമായി ത്വയി വസതി കുരൂൻ ത്വത്പുരീമഭ്യഭാക്ഷീത് പ്രദ്യുമ്നസ്തം നിരുന്ധൻ നിഖിലയദുഭടൈർ ന്യഗ്രഹീതുഗ്രവീര്യം തസ്യാമാത്യം ദ്യുമന്തം വ്യജനിജ സമര സപ്തവിംശത്യഹാന്തഃ. സാലോ, സ്വാലുൻ എന്ന രാജാവ് വൈഷ്മീ വിവാഹേ ഭീഷ്മപുത്രിയായ രുക്മിണിയുടെ വിവാഹ സമയത്ത് യദുബല യാദവസേനയാൽ വിജയിക്കപ്പെട്ട ചന്ദ്രചൂടാത് ചന്ദ്രചൂടനിൽ നിന്ന് ശ്രീ പരമേശ്വരനിൽ നിന്ന് വിമാനം വിന്ദൻ സൗഭം എന്ന വിമാനത്തെ സമ്പാദിച്ചിട്ട് സമായി അവൻ മായാപ്രയോഗ ചതുരനായി ത്വയി വസതി കുരൂൻ കുരുദേശത്ത് അങ്ങ് വസിക്കവേ ത്വത്പുരീം അങ്ങയുടെ പുരിയെ ദ്വാരകയെ അഭ്യഭാക്ഷേത് വഞ്ചിച്ചു ഭേദിച്ചു ആക്രമിച്ചു. പ്രദ്യുപ്നൻ തം അവനെ നിരുന്ധൻ നിരോധിച്ചു. നിഖില യദുഭടൈർ എല്ലാ യാദവ ഭടന്മാരോടും കൂടി നിഗ്രഹേത് നിഗ്രഹിച്ചു. ഉഗ്രവീര്യനായ തസ്യ അമാത്യം അവന്റെ മന്ത്രിയായ ദ്യുമാൻ എന്ന അവന്റെ മന്ത്രിയെ വ്യജനിച്ച സമരഹ ആ യുദ്ധം നീണ്ടുനിന്നു. സപ്തവിംശതി അന്ത 27 ദിവസാവസാനം വരെ. ശ്ലോകാർത്ഥം. ഭീഷ്മകന്റെ പുത്രിയായ രുക്മിണിയുടെ വിവാഹാവസരത്തിൽ യാദവസേനയാൽ ജയിക്കപ്പെട്ട ആ സാല്വൻ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് സൗഭം എന്ന വിമാനത്തെ സമ്പാദിച്ചിട്ട് അങ്ങ് കുരുദേശത്ത് വസിക്കവേ അങ്ങയുടെ ദ്വാരകാപുരിയെ ആക്രമിച്ചു. എല്ലാ യാദവസേനയോടും കൂടി പ്രദ്യുപ്നൻ അവനെ നിരോധിക്കുകയും ഉഗ്രവീര്യനായ അവന്റെ അമാത്യൻ ദ്യുമാനെ നിഗ്രഹിക്കുകയും ചെയ്തു. ഈ സമരം 27 ദിവസാന്തം വരെ നീണ്ടുനിന്നു. ചേതിരാജൻ ശിശുപാലനെ വധിച്ചതിലുള്ള പ്രകോപനം മൂലമാണ് സ്വാലുൻ ദ്വാരകയെ ആക്രമിച്ചത്. ശ്രീ പരമേശ്വരനിൽ നിന്ന് സമ്പാദിച്ച സൗഭം എന്ന വിശിഷ്ട വിമാനവുമായാണ് സ്വാലുൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലായിരിക്കെ ദ്വാരകയെ ആക്രമിച്ചത്. 27 ദിവസം പ്രദ്യുപ്നൻ സ്വാലുനെ നിരോധിക്കുകയും ദ്യുമാൻ എന്ന അവന്റെ ഉഗ്രവീരനായ മന്ത്രിയെ വധിക്കുകയും ചെയ്തു. പക്ഷേ സ്വാലനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ പ്രദ്യുപ്നന് കഴിഞ്ഞിരുന്നില്ല. ശ്ലോകം 2. താവത്വം രാമശാലീ ത്വരിതമുപഗത ഖണ്ഡിതപ്രായ സൈന്യം സൗഭേശം തം ന്യരുന്ധ സ ച കില ഗദയാ ശാർഗമഭ്രംശയത്തെ മായാതാദം വ്യകിംസീദ് അഭിതവ പുരദഃ തത്വയാഭിക്ഷണാർത്ഥം ജ്ഞാജ്ഞായീത്യാകുരേകേ തദിദമവമതം വ്യാസ ഏവ ന്യഷേധീത്. താവത് അപ്പോൾ ത്വം അങ്ങ് ശ്രീകൃഷ്ണൻ രാമശാലി ബലരാമനോടുകൂടി ത്വരിതം ഉപഗത വേഗത്തിൽ എത്തിച്ചേർന്നു.
ഖണ്ഡിതപ്രായ, ഖണ്ഡിക്കപ്പെട്ട പോലെയായ, നശിപ്പിക്കപ്പെട്ട പോലെയായിരുന്ന സൈന്യത്തെ, സാല്വ സൈന്യത്തെ, സൗഭേഷം തം, ആ സൗഭേഷനെ, സാല്വനെ, നിരുന്ദാഹ, നിരോധിച്ചു. സചക്കില ഗദയാ, അവനും ഗദ കൊണ്ട്, ശാംഗം അഭ്രംശയത് തേ, അങ്ങയുടെ ശാംഗത്തെ നിബദിപ്പിച്ചുപോലും. മായാ താതം, മായയാൽ നിർമ്മിക്കപ്പെട്ട താതനെ, പിതാവിനെ, വസുദേവനെ മായാസങ്കല്പത്തിൽ നിർമ്മിച്ചിട്ട് ഹിംസിത് അഭി, വധിക്കുകയും ചെയ്തു. തവ പുരത, അങ്ങയുടെ മുന്നിൽ വെച്ചു തന്നെ, ത്വയാഭി, അത് അങ്ങുപോലും, ക്ഷണാർത്ഥം, അരക്ഷണ നേരം, ന അജ്ഞായി, അറിയപ്പെട്ടില്ല. ഇതി ആഹൂർ ഏകേ എന്ന് ചിലർ പറയുന്നു. തദിതം, ഇതിനെ, അവന്റെ മായയെ ഒരു നിമിഷം അങ്ങ് അറിഞ്ഞില്ല എന്നത് അവമതം, തെറ്റായ അഭിപ്രായമാണെന്ന് വ്യാസ ഏവ, വ്യാസർഷി തന്നെ നിഷേധിച്ചിരിക്കുന്നു. ശ്ലോകാർത്ഥം. അപ്പോൾ അങ്ങ് ശ്രീകൃഷ്ണൻ ബലരാമനോടുകൂടി വേഗത്തിൽ ദ്വാരകയിൽ എത്തിയിട്ട് മിക്കവാറും നശിപ്പിക്കപ്പെട്ട സേനയോടുകൂടിയ ആ സൗഭേഷനെ നിരോധിച്ചു. അവൻ തന്റെ ഗദ കൊണ്ട് അങ്ങയുടെ പള്ളിവില്ലായ ശാംഗത്തെ താഴെ പതിപ്പിച്ചുപോലും അങ്ങയുടെ മുന്നിൽ മായാനിർമ്മിതമായ പിതാവ് വസുദേവനെ നിർമ്മിച്ച് വധിക്കുകയും ചെയ്തു. അത് മായയാണെന്ന് അങ്ങ് പോലും അല്പനേരത്തേക്ക് മനസ്സിലാക്കിയില്ല എന്ന് ചിലർ പറയുന്നു. ഈ അഭിപ്രായത്തെ വ്യാസർഷി തന്നെ നിഷേധിച്ചിരിക്കുന്നു. ശ്ലോകം 3. ക്ഷിപ്ധ്വാ സൗഭം ഗദാചൂർണിതമുദഗനിധൗ മങ്ക്ഷുസാല്ലോപി ചക്രേണ ഉത്കൃത്തെ ദന്തവക്ത്ര പ്രസഭമഭിപതൻ അഭ്യമുഞ്ജദ്ഗദാം തേ കൗമോദക്യാഗദോസൗ അഭിസുഹൃതനിധിഃ ചൈദ്യവത് പ്രാപദൈക്യം സർവേഷാമേഷ പൂർവം ത്വയി ധൃതമനസാം മോക്ഷണാർത്ഥോപതാരഃ. ക്ഷിപ്ധ്വാ, വിക്ഷേപിച്ചിട്ട്, സൗഭം എന്ന വിമാനത്തെ, ഗദാചൂർണിതം, ഗദ കൊണ്ട് അടിച്ചു പൊടിയാക്കിയിട്ട്, ഉദകനിധൗ, ജലനിധിയിൽ, സമുദ്രത്തിൽ, മക്ഷു, വേഗത്തിൽ, സ്വാലേ അഭി, സ്വാലനെയും, ചക്രേണ ഉത്കൃത്തേ, സുദർശന ചക്രം കൊണ്ട് കഴുത്ത് ഛേദിക്കപ്പെട്ടപ്പോൾ, ദന്തവക്ത്രൻ, പ്രസവം, പെട്ടെന്ന്, ബലമായി, അഭിപതൻ, നേരിട്ട് ചാടി വീണ്, അഭ്യമുഞ്ചദ്ഗദാം തേ, അങ്ങയെ ഗദ കൊണ്ട് അടിച്ചു. കൗമോദകി എന്ന ഭഗവാന്റെ ഗദ കൊണ്ട്, ഹത അസൗ അഭി, അവനും കൊല്ലപ്പെട്ടു. ഹത അസൗ അഭി, ഹതോസൗ അഭി. സുഹൃതനിധീഹി ചൈദ്യവത്, ചേതി രാജാവിനെ പോലെ പുണ്യശാലിയായി അവനും. പ്രാപത് ഐക്യം, ഭഗവത് ഐക്യം പ്രാപിച്ചു. സർവേഷാം, എല്ലാവർക്കും, ഏഷ, ഈ, പൂർവം, മുൻപ്, ത്വയി ധൃതമനസാം, അങ്ങയിൽ മനസ്സുറപ്പിച്ചവരായ, മോക്ഷണാർത്ഥോ, മോക്ഷം ലഭിക്കുന്നതിനായിട്ടുള്ള, അവതാരത്തിൽ. ശ്ലോകാർത്ഥം. സൗഭം എന്ന മയനിർമ്മിത സ്വാലോ വിമാനത്തെ ഗദ കൊണ്ടടിച്ച് പൊടിച്ച് സമുദ്രത്തിൽ വീഴ്ത്തിയിട്ട് സാലുനെയും ഭഗവാൻ വേഗത്തിൽ സുദർശന ചക്രം കൊണ്ട് കഴുത്തുമുറിച്ച് വധിച്ചപ്പോൾ ദന്തവക്ത്രൻ വേഗത്തിൽ നേരിട്ട് ചാടി വീണു. ബലാത്കാരമായി അങ്ങേക്കു നേരെ ഗദ പ്രയോഗിച്ചു. സുഹൃതനിധിയായ ഇവനും കൗമോദകി എന്ന ഗദയാൽ വധിക്കപ്പെട്ട് ശിശുപാലനെ പോലെ ഭഗവാനുമായി ലയിച്ച് ഐക്യം പ്രാപിച്ചു. ഈ കൃഷ്ണാവതാരം മുമ്പ് അങ്ങയിൽ മനസ്സുവെച്ച എല്ലാവരെയും മോക്ഷം നൽകുന്നതിനാണല്ലോ അങ്ങ് കൈക്കൊണ്ടത്. ദന്തവക്ത്രൻ പൂർവജന്മങ്ങളിൽ ഹിരണ്യാക്ഷനും കുംഭകർണനുമായിരുന്നു. ഇപ്പോൾ ഇതാ വസുദേവ സഹോദരി ശ്രുതദേവയുടെ പുത്രനായി കുരുഷദേശത്ത് ജനിച്ചു.
അവൻ ശിശുപാലനോട് ചേർന്ന് തന്റെ അമ്മാവന്റെ പുത്രനായ ശ്രീകൃഷ്ണനോട് സ്പർദ്ധാലുവായി. ശ്രീകൃഷ്ണനിലെ ഈശ്വര മാഹാത്മ്യം അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ ഇപ്പോൾ അവന്റെ പാപത്തിൽ നിന്ന് മുക്തനായി ഭഗവാനാൽ തന്നെ വധിക്കപ്പെട്ട് ശിശുപാലനെ പോലെ തന്നെ ഭഗവത് സ്വരൂപത്തിൽ വിലയം പ്രാപിച്ചു. ശ്ലോകം 4. ത്വയ്യായാദേധജാതേ കില ഗുരു സദസിദ്യുതകേ സംയതായ ക്രന്ദന്ത്യായാജ്ഞസേന്യാ സകരുണമകൃതാ ചേലമാലമനന്ദം അന്നാന്തപ്രാപ്തസർവാം ജജമുനിജഗിത ദ്രൗപദീ ചിന്തിതോധ പ്രാപ്തശകനമശ്നൻ മുനിഗണമകൃതാ തൃപ്തിമന്ദം വനാന്തേ. ത്വയി അങ്ങ് ശ്രീകൃഷ്ണൻ ആയാതെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് മടങ്ങിപ്പോയപ്പോൾ അഥ പിന്നെ ജാതേ കില കുരുസദസി ഹസ്തിനപുര സദസ്സിലുണ്ടായ ദ്യൂതകേ ചൂതുകളിയിൽ സംയഥായ ബന്ധിക്കപ്പെട്ട് ക്രന്ദന്ധ്യ വിലപിക്കുന്ന യാജ്ഞസേന്യ പാഞ്ചാലിയുടെ സകരുണം കരുണയോടുകൂടി കൃതമാക്കി മാറ്റിയ ചേലമാലാം അനന്തം വസ്ത്രത്തെ അനന്തമായ മാലയാക്കി മാറ്റി അന്തമില്ലാത്തതാക്കി അന്നാന്തപ്രാപ്ത ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എത്തിയ ശർവാംശജ മുനി ശിവാംശജനായ ദുർവാസാവ് മുനി ബ്രഹ്മപുത്രനായ അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനാണ് ശിവാംശജാതനായ ദുർവാസാവ് മഹർഷി. ബ്രഹ്മാംശമായ സോമനും വൈഷ്ണവാംശമായ ദത്താത്രേയനും ദുർവാസാവ് മഹർഷിയുടെ സഹോദരന്മാരാണത്രേ. ചകിത ദ്രൗപദി ഭയന്ന ദ്രൗപദി ദുർവാസാവ് മഹർഷിയെ കണ്ട് ഭയന്ന ദ്രൗപദി ചിന്തിതോ പിന്നെ അങ്ങയെ ധ്യാനിച്ചു. അതപ്രാപ്ത എഴുന്നള്ളിയവനായി ശാഖാന്നം അശ്നൻ ചീരയിലയുടെ അംശം ഭക്ഷിച്ച് മുനിഗണം ദുർവാസാവ് മുനിയെയും ശിക്ഷിരെയും ആകെ അകൃതാ തൃപ്തിമന്ദം തൃപ്തരാക്കി തീർത്തു വനാന്തേ വനത്തിൽ വെച്ച്. ശ്ലോകാർത്ഥം പിന്നെ അങ്ങ് ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് മടങ്ങി പോയപ്പോൾ ഹസ്തിനപുരത്ത് കൗരവ സദസ്സിൽ വെച്ചുണ്ടായ ചൂതുകളിയിൽ ബന്ധിക്കപ്പെട്ട് വിലപിക്കുന്നവളായ പാഞ്ചാലിയുടെ ചേലയെ കാരുണ്യപൂർവം അനന്തമായ മാലയാക്കി തീർത്തുവത്രേ. പിന്നെ വനവാസകാലത്ത് അന്നമെല്ലാം തീർന്നു കഴിഞ്ഞ് വൈകി എത്തിച്ചേർന്ന ശിവാംശമായ ദുർവാസാവ് മുനിയെ ഭയന്ന് പാഞ്ചാലി അങ്ങയെ ധ്യാനിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ എത്തി അക്ഷയ പാത്രത്തിലെ ചീരയുടെ അംശം മാത്രം ഭക്ഷിപ്പിച്ച് മുനിശിക്ഷരെയാകെ സംതൃപ്തരാക്കി തീർത്തു. രാജസൂയ യാഗം കഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയുമ്പോഴാണ് ശിശുപാലന്റെ സുഹൃത്ത് സാല്വൻ ദ്വാരകയെ ആക്രമിക്കുന്നത്. ശ്രീകൃഷ്ണനും ബലരാമനും ഉടനെ ദ്വാരകയിലെത്തി സാല്വനെയും പിന്നെ ദന്തവക്ത്രനെയും വധിച്ചുവല്ലോ. അതിനിടയ്ക്ക് ദുര്യോധനൻ ധർമ്മപുത്രരെയും പരിവാരങ്ങളെയും ഹസ്തിനപുരത്തേക്ക് ക്ഷണിച്ചു. ഹസ്തിനപുരത്തിലെത്തിയ ധർമ്മപുത്രരെ ചൂത് കളിക്കാൻ ക്ഷണിച്ചു. ദുര്യോധനൻ അമ്മാവൻ ശകുനിയെ തനിക്ക് വേണ്ടി കളിക്കാൻ നിയോഗിച്ചു. ധർമ്മപുത്രനാണെങ്കിലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ക്ഷിപ്രപ്രസാദിയായിരുന്നിട്ടും ഭഗവാനെ സ്മരിക്കാതെ സ്വയമേവ ചൂത് കളിക്കാൻ തയ്യാറായി. ദുഷ്ടബുദ്ധിയായ ശകുനി സ്വപിതാവിന്റെ അസ്ഥികളാൽ നിർമ്മിതമായ സ്വകൽപിതമായ കരുക്കളെ കൊണ്ടാണ് ചൂത് കളിക്കുന്നത്. ഇത് അറിയാതിരുന്ന ധർമ്മപുത്രർ ചൂതുകളിയിൽ തോറ്റ് സർവവും പണയം വെച്ച് നഷ്ടപ്പെടുത്തി. രാജ്യത്തെയും രാജ്ഞിയെയും സ്വസഹോദരങ്ങളെയും പന്തയം വെച്ച് നഷ്ടപ്പെടുത്തി. സ്വപത്നിയുടെ ചേലയെ രാജസദസ്സിൽ വെച്ച് അഴിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ധർമ്മബന്ധിതരായി മൂകരായി ഇരിക്കുവാനേ കഴിഞ്ഞുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ച പാഞ്ചാലിയുടെ ചേല
അനന്തമാകുകയും ദുശാസനൻ വിവസ്ത്രയാക്കുക എന്ന ആ ശ്രമത്തിൽ പരാജയപ്പെട്ട് പിന്തിരിയുകയും ചെയ്തു. പിന്നെ വനവാസക്കാലത്ത് ദുര്യോധനന്റെ പ്രേരണയാൽ ക്ഷിപ്രകോപിയായ ദുർവാസാവു മഹർഷി എല്ലാവരും ഭക്ഷണം കഴിച്ച് അക്ഷയ പാത്രത്തിൽ ഒന്നും അവശേഷിക്കാതിരിക്കെ ആഗതനായി. ഭയന്ന് ചകിതയായ പാഞ്ചാലി ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ആഗതനായി. അക്ഷയപാത്രത്തിൽ അവശേഷിച്ചിരുന്ന ഒരു ചീരയിലയുടെ അംശഭാഗം കൊണ്ട് അത് കൃഷ്ണൻ സ്വയം ഭക്ഷിച്ചതോടെ ദുർവാസാവു മഹർഷിയുടെയും ശിഷ്യരുടെയും വിശപ്പ് അടങ്ങി അവരെ സംതൃപ്തരാക്കി മാറ്റി. ശ്ലോകം 5. യുദ്ധോദ്യോഗേഥ മന്ത്രേ മിളതി സതിവൃത ഫൽഗുനേന ത്വമേകഃ കൗരവ്യേ ദത്ത സൈന്യൈ കരിപുരമഗമോ ദൂത്യകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ തികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂ. യുദ്ധോദ്യോഗേ അഥ യുദ്ധത്തിന് പിന്നീട് ഒരുങ്ങവേ. മന്ത്രേ മിളതി സതി മന്ത്രിതല കാര്യാലോചന നടക്കവേ. വൃത ഫൽഗുനേന ത്വമേകം അർജുനൻ ഭഗവത് ഏകസ്വരൂപനായ അങ്ങയെ തന്നെ വരിച്ചു. കൗരവ്യേ ദത്തസൈന്യേ നാരായണ സൈന്യത്തെ മുഴുവൻ കൗരവർക്ക് നൽകി. കരിപുരം അഖമോ പിന്നെ അങ്ങ് ഹസ്തിനപുരത്തിലെത്തി. ദൂത്യകൃത് പാണ്ഡവാർത്ഥം പാണ്ഡവർക്കായി ദൂതു പറയാൻ. ഭീഷ്മദ്രോണാദിമാന്യേ ഭീഷ്മദ്രോണാദികൾക്ക് ബഹുമാന്യനായ. തവ ഖലു വചനേ അങ്ങയുടെ വാക്കുകളെ. ദുഃഖൃതേ കൗരവേണ കൗരവന്മാരാൽ ധിക്കരിക്കപ്പെട്ടപ്പോൾ. വ്യാവൃണ്വൻ വിശ്വരൂപം അങ്ങ് തന്റെ വിശ്വരൂപത്തെ പ്രദർശിപ്പിച്ചിട്ട്. മുനി സദസി മുനിമാരുടെ സദസ്സിൽ. പുരിം ഹസ്തിനപുരത്തെ. ശോഭയിത്വാ ശോഭിപ്പിച്ചുകൊണ്ട്. ആഗതോ ഭൂ ഗതനായി ഭവിച്ചു. ശ്ലോകാർത്ഥം. പിന്നീട് മഹാഭാരത യുദ്ധത്തിന്റെ കാര്യാലോചന നടക്കുമ്പോൾ അർജുനൻ ഭഗവാൻ തന്നെയായ അങ്ങയെ വരിച്ചു. ശ്രീകൃഷ്ണൻ നാരായണ സൈന്യത്തെ കൗരവർക്കും നൽകി. പിന്നെ പാണ്ഡവർക്കായി ദൂതകൃത്യം നടത്തുവാനായി അങ്ങ് ഹസ്തിനപുരത്തിലെത്തി. ഭീഷ്മദ്രോണാദികൾ ബഹുമാനപൂർവം സ്വീകരിച്ച അങ്ങയുടെ വചനങ്ങളെ കൗരവർ ധിക്കരിച്ചപ്പോൾ മുനിമാർ നിറഞ്ഞ ആ സദസ്സിൽ അങ്ങ് വിശ്വരൂപം പ്രദർശിപ്പിച്ച് ഹസ്തിനപുരത്തെ ശോഭിപ്പിച്ച ശേഷം തിരിച്ചുപോയി. ഈ യുദ്ധം എങ്ങനെയും ഒഴിവാക്കണമെന്നായിരുന്നു ധർമ്മപുത്രരുടെ അഭിപ്രായം. എന്നാൽ ദുര്യോധനൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ചതിച്ചു പിടിച്ചതൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു ദുര്യോധനൻ. അവസാനം ഭഗവാനെ ദൂതിനായി ഹസ്തിനപുരത്തേക്ക് അയച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകളും കൗരവർ തള്ളിക്കളഞ്ഞു. ഭഗവാൻ ക്ഷോഭിച്ച് കൗരവ സഭയിൽ വിശ്വരൂപം പ്രദർശിപ്പിച്ച് തിരിച്ചു പോന്നു. ശ്ലോകം 6. ജിഷ്ണോസ്ത്വം കൃഷ്ണസൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലം ഖിന്നം തം വീക്ഷ്യ വീരം കിമിദമയി സഖേ നിത്യ ഏകോയമാത്മാ കോ ബധ്യഃ കോത്ര കന്ദാ തദികവധഭിയം പ്രോച്യമയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനയഥാ ദർശയൻ വിശ്വരൂപം. ജിഷ്ണോ പാർത്ഥന്റെ അർജുനന്റെ. ത്വം കൃഷ്ണസൂതോ ഹേ കൃഷ്ണ അങ്ങ് അർജുനന്റെ തേരാളിയായി സാരഥിയായി. സമരമുഖേ യുദ്ധാരംഭത്തിൽ. ബന്ധുഘാതെ ബന്ധുക്കളെ വധിക്കുന്നതിൽ. ദയാലുവും. ഖിന്നം ദുഃഖിതനുമായ. തം വീക്ഷ്യ
അർജുനനെ കണ്ടിട്ട് വീരം വീരനായ കിമിതം ഐ സഖേ ഹേ സ്നേഹിത എന്താണിത് നിത്യ ഏക അയം ആത്മാ ഈ ആത്മാവ് നിത്യനും ഏകനും ആകുന്നു കോ വദ്യ വദ്യൻ ആരാണ് കോ അത്ര ഹന്ത ഹന്താവ് ആരാണ് തദ് ഇഹ അതുകൊണ്ട് ഇവിടെ വധഭിയം വധത്തെ കുറിച്ചുള്ള ഭയം പ്രോച്യ ഉപേക്ഷിച്ചിട്ട് മയി അർപ്പിത ആത്മാ എന്നിൽ ആത്മാവിനെ അർപ്പിച്ച് ധർമ്മ്യം ധർമാനുസരണമായ യുദ്ധം യുദ്ധത്തെ കർമ്മത്തെ ചര ഇതി ചെയ്യുക എന്നിങ്ങനെ പ്രകൃതിയും അനയഥ സ്വസ്ഥതയിലേക്ക് മനഃശാന്തിയിലേക്ക് നയിച്ചു. ദർശയൻ വിശ്വരൂപം വിശ്വരൂപത്തെ ദർശിപ്പിച്ചു. ശ്ലോകാർത്ഥം ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങ് ആകട്ടെ പാർത്ഥസാരഥിയായിട്ട് വീരനായ അവനെ ആ അർജുനനെ യുദ്ധാരംഭത്തിൽ ബന്ധുക്കളെ വധിക്കുന്നതിൽ ദയാലുവും ദുഃഖിതനുമായി കണ്ടിട്ട് അല്ലയോ സ്നേഹിത ഇത് എന്താണിത് ഈ ആത്മാവ് നിത്യനും ഏകനുമാണ് ഇവിടെ കൊല്ലുന്നതാര് കൊല്ലപ്പെടുന്നവനാര് അതിനാൽ വധം എന്ന ഭയത്തെ കൈവിട്ട് എന്നിൽ സ്വയം അർപ്പിച്ച് ധർമ്മയുദ്ധം ചെയ്താലും എന്ന് ഉപദേശിച്ച് വിശ്വരൂപം ദർശിപ്പിച്ച് അർജുനനെ കർമ്മോന്മുഖനാക്കി. പ്രസിദ്ധമായ ഭഗവത്ഗീത തത്വമാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത്. ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. ഭഗവാനിൽ സ്വയം അർപ്പിക്കുക. ധർമ്മത്തെ മുറുകെ പിടിക്കുക. മാശുച ഒരിക്കലും ദുഃഖിക്കരുത്. ശ്ലോകം 7 ഭക്തോത്തം സേധ ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യൈകസക്തേ നിത്യം നിത്യം ബിഭിന്ദത്യവനിഭൃതയുധം പ്രാപ്തസാദേ ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഗദരിവരം ധാരയൻ ക്രോധശാലി ആധാവാൻ പ്രാഞ്ജലിം തം നത ശിരസമഥോ വീക്ഷ്യമോദാദപാഗാഃ. ഭക്ത ഉത്തംസേ ഭക്തശിരോമണിയായ അഥ പിന്നെ ഭീഷ്മേ ഭീഷ്മർ തവ അങ്ങയുടെ ധരണിഭര ഭൂഭാരത്തെ ക്ഷേപകൃത്യ ഏകസക്തേ നശിപ്പിക്കുക എന്ന കൃത്യത്തിൽ തന്നെ സക്തനായിരിക്കെ നിത്യം നിത്യം ഓരോ ദിവസവും വിഭിന്ദതി വധിച്ചുകൊണ്ടിരിക്കെ അവനിഭൃത് ഭൂപാലകരെ അയുധം 10,000 പ്രാപ്ത സാധേ ക്ഷീണത്തെ ബാധിച്ച ച പാർത്ഥേ പാർത്ഥനും നിശസ്ത്രസ്ത്വം പ്രതിജ്ഞാം ആയുധം എടുക്കുകയില്ല എന്ന പ്രതിജ്ഞയെ വിജഹദ് ഉപേക്ഷിച്ച് അരിവരം ശ്രേഷ്ഠമായ ചക്രത്തെ സുദർശന ചക്രത്തെ ധാരയൻ ക്രോധശാലി കോപിച്ചിട്ടെന്ന പോലെ ധരിച്ചു എടുത്തു ആധാവാൻ ഓടിച്ചെന്നു പ്രാഞ്ജലിം തം കൈക്കൂപ്പി നിൽക്കുന്ന തം നദശിരസം അധോ വീക്ഷ്യ തല കുനിച്ചവനും ആയ ഭീഷ്മരെ കണ്ടിട്ട് മോധാത് സന്തോഷത്തോടെ അഭാഗ അപഗമിച്ചു മടങ്ങിപ്പോയി. ശ്ലോകാർത്ഥം പിന്നീട് ഭക്തശിരോമണിയായ ഭീഷ്മർ ഭൂമിഭാരം നശിപ്പിക്കുക എന്ന അങ്ങയുടെ കൃത്യത്തിൽ തന്നെ ആസക്തനായി ദിനം തോറും 10,000 രാജാക്കന്മാരെ വധിച്ചുകൊണ്ടിരിക്കെ അർജുനൻ പോലും തളർന്നവനായ സമയം അങ്ങ് ആയുധമെടുക്കുകയില്ലെന്ന ശപഥം വെടിഞ്ഞ് കോപിച്ചിട്ടെന്നവനെ പോലെ സുദർശന ചക്രവും എടുത്തുകൊണ്ട് ഓടിച്ചെന്നപ്പോൾ തൊഴുകൈയോടെ തലകുനിച്ചു നിൽക്കുന്ന ഭീഷ്മരെ നോക്കി സന്തുഷ്ടനായി മടങ്ങിപ്പോരുകയും ചെയ്തു. ഭാഗവതം സ്കന്ധം 1 അധ്യായം 9 ശ്ലോകം 32 മുതൽ 43 വരെ ഭീഷ്മസ്തുതി. ഇത് പാരായണം ചെയ്യുക. ഭീഷ്മ പിതാമഹൻ ഹസ്തിനപുര രാജവംശത്തെ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധനായി. മഹാഭാരത യുദ്ധത്തിൽ സ്നേഹം മുഴുവൻ പാണ്ഡവ പക്ഷത്താണെങ്കിലും കൗരവ സേനാധിപനായി യുദ്ധം ചെയ്യേണ്ടി വന്നു.
ദിനം പ്രതി 10,000-കണക്കിന് രാജാക്കന്മാരെയും ആനകുതിര രഥം എന്നിവയെയും നശിപ്പിച്ച് മുന്നേറുകയായിരുന്നു ഭീഷ്മ പിതാമഹൻ. ഭൂമിഭാരത്തെ ലഘൂകരിക്കാൻ ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുകൂലമായ സേവനമായി ഇതിനെ കാണാമെങ്കിലും പാണ്ഡവ സേനയ്ക്കുണ്ടായ നാശനഷ്ടത്തിൽ കോപാകുലനായി ഭഗവാൻ ചക്രായുധമെടുത്ത് ഭീഷ്മർക്കു നേരെ പാഞ്ഞെടുത്തു. അപ്പോൾ ഭീഷ്മ പിതാമഹൻ വില്ലു താഴെ വെച്ച് തല കുനിച്ച് ഭഗവാനെ നമിച്ച് സുസ്മേരവധനായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മഹാഭാരത യുദ്ധത്തിൽ യാദവ സൈന്യത്തെ ആകെ കൗരവർക്ക് വിട്ടുകൊടുത്ത് ഭഗവാൻ ഏകനായി പാണ്ഡവപക്ഷത്ത് നിലയുറപ്പിച്ചെങ്കിലും താൻ ആയുധം എടുക്കുകയില്ല എന്ന് ശപഥം ചെയ്തിരുന്നു. എന്നാൽ ആയുധം ഭഗവാനെ കൊണ്ട് എടുപ്പിക്കും എന്ന് ഭീഷ്മരും ശപഥം ചെയ്തു. ഭീഷ്മ പിതാമഹന്റെ ഈ ശപഥം നിറവേറ്റിക്കൊടുക്കാനായിരിക്കണം ഭഗവാൻ സുദർശന ചക്രവുമായി കോപിച്ചതായി ഭാവിച്ച് ഭീഷ്മർക്കു നേരെ പാഞ്ഞെടുത്തത്. ഭഗവാൻ സുദർശന ചക്രവുമായി അടുത്തപ്പോൾ ഭീഷ്മർ ഭഗവാനെ വണങ്ങിയിട്ട് ആ ഭക്തവത്സല ഭാവത്തെ പ്രകീർത്തിച്ച് സ്തുതിക്കാൻ തുടങ്ങി. ഇതാണ് ഭീഷ്മസ്തുതി. ഭഗവാനാണെങ്കിലോ സന്തോഷത്തോടെ തിരിച്ചു പോരുകയും ചെയ്തു. ശ്ലോകം 8. യുദ്ധേ ദ്രോണസ്യ ഹസ്തേ സ്ഥിരരണഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം ഭക്ഷസ്യാദത്ര ചക്ര സ്ഥഗിതരവിമഖാ പ്രാർദ്രയത് സിന്ധുരാജ്യം നാഗാസ്ത്രേ കർണമുഗ്ധേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷി. യുദ്ധേ യുദ്ധത്തിൽ ദ്രോണസ്യ ദ്രോണാചാര്യരുടെ ഹസ്തി സ്ഥിരരണ ആനപ്പുറത്ത് ഉറച്ചിരുന്ന് യുദ്ധം ചെയ്യുന്ന ഭഗദത്തേർ ഈരിതം ഭഗദത്തനാൽ പ്രേരിതമായ ഭഗദത്തൻ അയച്ച നരകാസുരന്റെ പുത്രൻ ഭഗദത്തൻ കൗരവപക്ഷത്താണ് യുദ്ധം ചെയ്തത്. വൈഷ്ണവാസ്ത്രം നാരായണാസ്ത്രം നരകാസുരവധത്തിന് ശേഷം ഭഗദത്തന് ഒരു നാൽക്കൊമ്പനെയും നാരായണാസ്ത്രത്തെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ അവസാനം നൽകിയിരുന്നു. വക്ഷസ്യ ആദത്ത വക്ഷസിൽ ആദാനം ചെയ്തു, നെഞ്ചിൽ തന്നെ സ്വീകരിച്ചു. ചക്ര സ്ഥഗിത രവിമഹാ രവിയുടെ സൂര്യന്റെ തേജസ്സിനെ ചക്രം കൊണ്ട് മറച്ചിട്ട് പ്രാർത്ഥയത് വധിപ്പിച്ചു. സിന്ധുരാജനെ ജയദ്രഥനെ നാഗാസ്ത്രയെ കർണമുക്തേ കർണൻ നാഗാസ്ത്രം തൊടുത്തപ്പോൾ ക്ഷിതിം അവനമയം ഭൂമിയെ താഴ്ത്തിയിട്ട് കേവലം കൃത്തമൗലിം കിരീടം മാത്രം മുറിഞ്ഞവനാക്കി തത്രയെ ത്രാണനം ചെയ്തു, രക്ഷിച്ചു. തത്ര അഭി അവിടെയും പാർത്ഥം പാർത്ഥനെ അർജുനനെ കിം ഇവ നഹി ഭവാൻ ഇങ്ങനെ ഭഗവാൻ എന്തെന്തു തന്നെ പാണ്ഡവാനാം അകാർഷീത് പാണ്ഡവന്മാർക്കായി ചെയ്തില്ല. ശ്ലോകാർത്ഥം. ഭീഷ്മർക്ക് ശേഷം ദ്രോണാചാര്യർ സേനാധിപനായി നടന്ന യുദ്ധത്തിൽ നാൽക്കൊമ്പനാനപ്പുറത്ത് ഉറച്ചിരുന്ന് യുദ്ധം ചെയ്യുന്ന നരകാസുരപുത്രൻ ഭഗദത്തൻ അയച്ച നാരായണാസ്ത്രത്തെ ഭഗവാൻ സ്വയം മാറിടത്തിൽ ധരിച്ച് അലങ്കൃതനായി സുദർശന ചക്രത്താൽ സൂര്യ തേജസ് മറച്ച് സന്ധ്യയെ നിർമ്മിച്ച് സിന്ധുരാജനായ ജയദ്രഥനെ വധിപ്പിച്ചു. അർജുനനു നേരെ കർണൻ നാഗാസ്ത്രം എയ്തപ്പോൾ ഭൂമിയിൽ തേരിനെ താഴ്ത്തി കേവലം കിരീടം മാത്രം മുറിഞ്ഞവനാക്കി അർജുനനെ രക്ഷിച്ചു. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാർക്കു വേണ്ടി എന്തെന്തു തന്നെ ചെയ്തില്ല. നരകാസുരപുത്രൻ ഭഗദത്തനെ നരകാസുരവധത്തിന് ശേഷം പ്രാഗ്ജ്യോതിഷത്തിൽ ഒരു നാൽക്കൊമ്പനെയും നാരായണാസ്ത്രത്തെയും നൽകി രാജാവായി വാഴിച്ചിരുന്നു. ആ ഭഗദത്തൻ
കൗരവപക്ഷത്ത് നിന്ന് അർജുനനു നേരെ തൊടുത്തുവിട്ട നാരായണാസ്ത്രത്തെ പ്രത്യസ്ത്രമൊന്നുമില്ലാത്തതിനാൽ ഭഗവാൻ തന്നെ സ്വയം മാറിൽ സ്വീകരിച്ചു. ഭഗവാന് അത് ഒരു ഹാരമായി ഭവിച്ചതേയുള്ളൂ. സ്വപുത്രനായ അഭിമന്യു വീരചർമ്മമടഞ്ഞതോടെ പിറ്റേന്ന് സൂര്യാസ്തമനത്തിനു മുമ്പ് ജയദ്രഥനെ വധിക്കുമെന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തു. എന്നാൽ സൂര്യാസ്തമനം അടുക്കാറായിട്ടും അർജുനന് ജയദ്രഥന് അടുത്ത് എത്താനായില്ല. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യ തേജസ് മറച്ച് സന്ധ്യാസമയമായെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ പുറത്തു വന്ന ജയദ്രഥന്റെ ശിരസ് അർജുനൻ എയ്തു വീഴ്ത്തി. ഭഗവാൻ ചക്രം പിൻവലിച്ചപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലെങ്ങും വീണ്ടും പരന്നു. പിന്നെ അർജുനന്റെ കണ്ണിനു നേരെ കർണൻ നാഗാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ രഥത്തെ ഭൂമിയിലേക്ക് താഴ്ത്തി അസ്ത്രം കിരീടത്തെ മാത്രം തകർത്ത് കടന്നുപോയി. അങ്ങനെയും അർജുനനെ രക്ഷിച്ചു. അർജുനനും ശ്രീകൃഷ്ണനും പൂർവജന്മത്തിൽ നാരായണ ഋഷിമാരായിരുന്നു. യമദേവന്റെയും മൂർത്തിയുടെയും പുത്രരായി പിറന്ന അവർ മാറി മാറി തപസ്സും യുദ്ധവും ചെയ്ത് സഹസ്രകവചൻ എന്ന അസുരനെ വധിച്ചു. ആ സൗഹാർദ്ദം ഇവിടെ ഈ ജന്മത്തിലും തുടരുന്നു. ആ സഹസ്രകവചനാണത്രേ ഇപ്പോൾ കർണനായി വീണ്ടും ജനിച്ചിരിക്കുന്നത്. യുദ്ധാദൗ തീർത്ഥഗാമി സകലുഹലധരോ നൈമിഷക്ഷേത്രമൃച്ഛൻ അപ്രത്യുത്ഥായി സൂത ക്ഷയകൃതസുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞഗ്നം വല്വലം പർവണി പരിദളയൻ സ്നാദതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധനരണമശമം വീക്ഷയാദപുരീം തേ. യുദ്ധ ആദൗ, യുദ്ധത്തിന്റെ ആദിയിൽ, യുദ്ധാരംഭത്തിൽ, തീർത്ഥഗാമി, തീർത്ഥാടനത്തിന് പോയവനായ, സഖലു ഹലധരോ, ആ ഹലധരൻ കലപ്പ ധരിച്ചവൻ ബലരാമൻ ആകട്ടെ, നൈമിഷ ക്ഷേത്രം, നൈമിഷാരണ്യത്തിലെ ക്ഷേത്രത്തെ, ഋച്ഛൻ പ്രാപിച്ചിട്ട്, ആ പ്രത്യുത്ഥായി, പ്രത്യുത്ഥാനം ചെയ്യാത്ത, എഴുന്നേറ്റ് നിൽക്കാത്തവനായ, തന്നെ കണ്ട് ബഹുമാനിക്കാതിരിക്കുന്നവനായ, സൂതക്ഷയക്രത്, ആചാര്യനായ സൂതന്റെ ക്ഷയത്തെ ചെയ്ത, സൂതാചാര്യനെ വധിച്ച, അതസുതം തത്പഥോ, പിന്നെ ആ സ്ഥാനത്ത് പുത്രനെ, കൽപ്പയിത്വ, നിശ്ചയിച്ചിട്ട്, അവരോധിച്ചിട്ട്, യജ്ഞഗ്നം ബല്വലം, യജ്ഞങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന ബല്വരനെ, പർവണി, പൗർണമി തോറും, പരിദളയൻ, പരിദളനം ചെയ്തിട്ട് വധിച്ചിട്ട്, സ്നാത തീർത്ഥോ, തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത്, രണാംധേ, മഹാഭാരത യുദ്ധത്തിന്റെ അന്ത്യാവസരത്തിൽ, സംപ്രാപ്തോ, സംപ്രാപ്തനായി, ഭീമദുര്യോധനരണം, ഭീമ ദുര്യോധന യുദ്ധം, ഭീമനും ദുര്യോധനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം, അശമം വീക്ഷ്യ, ശമിപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ടിട്ട്, യാത പുരിം തേ, ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ശ്ലോകാർത്ഥം: മഹാഭാരത യുദ്ധത്തിന്റെ ആരംഭത്തിൽ തീർത്ഥാടനത്തിനു പോയ ഹലധരനായ ബലരാമനാകട്ടെ നൈമിഷാരണ്യത്തിലെത്തിയ സമയം എഴുന്നേറ്റ് നിന്ന് തന്നെ ആദരിക്കാതിരുന്ന സൂതാചാര്യൻ രോമഹർഷണനെ വധിച്ച് ആ ആചാര്യസ്ഥാനത്ത് പുത്രൻ ഉഗ്രശ്രവസിനെ അവരോധിച്ചു. പിന്നെ പൗർണമി തോറും നടക്കുന്ന യാഗത്തെ മുടക്കുവാൻ വരുന്ന ബല്വനെ വധിച്ചു. പിന്നെയും തീർത്ഥങ്ങളെ ആടി നടന്ന് യുദ്ധാവസാനത്തിൽ കുരുക്ഷേത്രത്തിലെത്തി തന്റെ ശിഷ്യനായ ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ശമിപ്പിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് കണ്ട് ബലരാമൻ ദ്വാരകാപുരിയിലേക്ക് മടങ്ങിപ്പോയി. പുണ്യക്ഷേത്രമായ നൈമിഷാരണ്യത്തിൽ ആചാര്യനായ സൂതൻ പുരാണകഥകളെ അനാവരണം ചെയ്ത് തത്വവിചാരം ചെയ്തു വരികയായിരുന്നു. ബലരാമൻ നൈമിഷാരണ്യത്തിൽ എത്തിയപ്പോൾ സൂതാചാര്യൻ
വ്യാസശിഷ്യനായ രോമഹർഷണൻ തത്വവിചാരം നടത്തുന്നതിനിടയിൽ ബലരാമനെ എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്ത് വണങ്ങിയില്ല. കോപിഷ്ഠനായ ബലരാമൻ സൂതൻ ഹോമഹർഷനെ വധിച്ചു. മുനിമാരാകെ അസ്വസ്ഥരായി. അപ്പോൾ ആ സ്ഥാനത്ത് പുത്രനായ ഉഗ്രശ്രവസനെ സൂതനായി അവരോധിച്ചു. പിന്നെ ബല്വരൻ എന്ന ദാനവനെ വധിച്ച് മുനിശ്രേഷ്ഠന്മാരെ സന്തോഷിപ്പിച്ചു. പിന്നെയും ധാരാളം തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു. വീണ്ടും കുരുക്ഷേത്രത്തിലെത്തി. അവിടെ ദ്വന്ദ്വയുദ്ധ സന്നദ്ധരായ ദുര്യോധനനെയും ഭീമസേനനെയും കണ്ട് തന്റെ ഹിതോപദേശം യുദ്ധസന്നദ്ധരായ അവർ സ്വീകരിക്കുകയില്ലെന്നറിഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ശ്ലോകം 10. സംസുപ്തദ്രൗപദേയ ക്ഷപണഹദധിയം ദ്രൗണിമേത്യത്വദുക്ത്യാ തന്മുക്തം ബ്രാഹ്മമസ്ത്രം സമഹൃദവിജയോ മൗലിരത്നം ച ജഹ്രേ ഉച്ഛിത്യൈവാണ്ഡവാനാം പുനരഭിജവിശത്യുത്തരാഗർഭമസ്ത്രേ രക്ഷന്നങ്കുഷ്ടമാത്ര കില ജഡരമഗാ ചക്രപാണിർവിഭോത്വം. സംസുപ്ത സുപ്താവസ്ഥയിലായിരുന്ന ഉറങ്ങിക്കിടന്നിരുന്ന ദ്രൗപദി പുത്രന്മാരെ ക്ഷപണഹതധിയം വധിച്ച ഹതബുദ്ധിയായ ദുർബുദ്ധിയായ ദ്രൗണിം ദ്രോണപുത്രനെ അശ്വത്ഥാമാവിനെ ഏത്യ പ്രാപിച്ചിട്ട് ത്വദ് ഉക്ത്യ അങ്ങയുടെ ശ്രീകൃഷ്ണന്റെ ഉക്തമനുസരിച്ച് തന്മുക്തം അവനെ ആ അശ്വത്ഥാമാവിനെ അങ്ങയാൽ മോചിപ്പിച്ചിട്ട് ബ്രഹ്മാസ്ത്രത്തെ സമഹൃത സംഹരിച്ച് വിജയനാൽ അർജുനാൽ മൗലിരത്നം ച ജഹ്രേ അശ്വത്ഥാമാവിന്റെ ശിരോരത്നത്തെ അപഹരിക്കുകയും ചെയ്തു. ഉച്ഛേദനത്തിനായി വംശനാശത്തിനായി പാണ്ഡവന്മാരുടെ പുനരഭിച വീണ്ടും വിശതി ഉത്തരാ ഗർഭമസ്ത്രേ ആ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ രക്ഷിക്കുന്നവനായി അങ്കുഷ്ടമാത്ര പെരുവിരലിനോളം ചെറിയ ശരീരമുള്ളവനായി കില ജഡരം ഉദരത്തെ പ്രാപിച്ചുവല്ലോ. ചക്രപാണിർ വിഭോത്വം സുദർശന ചക്രം ധരിച്ചവനായ അങ്ങ്. ശ്ലോകാർത്ഥം: ഉറങ്ങിക്കിടന്നിരുന്ന പാഞ്ചാലീപുത്രന്മാരെ വധിച്ച അശ്വത്ഥാമാവിനെ എതിരേറ്റ് അദ്ദേഹം അയച്ച ബ്രഹ്മാസ്ത്രത്തെ ശ്രീകൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് അർജുനൻ ഉപസംഹരിച്ചു. അശ്വത്ഥാമാവിന്റെ ശിരോരത്നം പറിച്ചെടുക്കുകയും ചെയ്തു. വീണ്ടും ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്കുഷ്ടമാത്രനായി ചക്രപാണിയായി ഉത്തരയുടെ ജഠരത്തിൽ പ്രാപിച്ച് ഗർഭത്തെ രക്ഷിച്ചുവല്ലോ. മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ മരിച്ചുപോയ മക്കൾക്ക് ഉദകക്രിയ ചെയ്തു. ശ്രീഹരിയുടെ പാദപത്മത്തിലെ പൊടികൾ കൊണ്ട് സംശുദ്ധമായ ഗംഗാജലത്തിൽ സ്നാനം ചെയ്തു. പിന്നെ അവിടെ കൂടിയിരുന്ന കുരുവംശജരോടെല്ലാമായി ജനനം മരണം മുതലായവ കാലഗതിയെ പ്രാണികൾക്ക് തടുക്കുവാൻ കഴിയുന്നതല്ലെന്നുപദേശിച്ച് ശ്രീകൃഷ്ണൻ എല്ലാവരെയും സ്വാന്തനപ്പെടുത്തി. അശ്വമേധയാഗം നടത്തിപ്പിച്ച് ധർമ്മപുത്രരുടെ കീർത്തി വർദ്ധിപ്പിച്ച് ദ്വാരകയിലേക്ക് പോകാൻ തുടങ്ങവേ അഭിമന്യുവിന്റെ പത്നി ഉത്തര പേടിച്ചു പരവശയായി ശ്രീകൃഷ്ണന് മുമ്പിലേക്ക് പാഞ്ഞു വന്നു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാ അന്യം ത്വദ് അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഹേ ജഗൽപദേ, രക്ഷിച്ചാലും ഈശ്വര പ്രഭോ, കത്തിക്കാളുന്നൊരു ബാണം എന്റെ നേർക്കു വരുന്നു എന്ന് വിലപിച്ചു. ഇത് അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രമായിരുന്നു. ഉത്തരയുടെ ഗർഭത്തെ നശിപ്പിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉത്തരാഗർഭസ്ഥിതനായ ശിശുവിനെ രക്ഷിക്കാൻ അങ്കുഷ്ടമാത്രനായി ഉത്തരയുടെ ജഠരത്തിൽ പ്രവേശിച്ച് ആ ബ്രഹ്മ തേജസ്സിനെ തടഞ്ഞു.
ആ ബ്രഹ്മാസ്ത്ര തേജസ് അതോടെ വൈഷ്ണവ തേജസ്സിൽ ലയിച്ചു. ഉത്തരയുടെ ഗർഭത്തിലെ ആ പുത്രനാണ് പിന്നീട് പരീക്ഷത്ത് രാജാവായി തീർന്നത്. ഗർഭത്തിൽ ദർശിച്ച പുരുഷനെ വീണ്ടും ദർശിക്കാൻ ഉത്സുകനായി പരീക്ഷിക്കുന്നവനത്രേ പരീക്ഷിത്ത് രാജാവ്. ശ്ലോകം 11. ധർമ്മൗഘം ധർമ്മസൂനോർ അഭിദദദഖിലം ഛന്ദമൃത്യുഃ സ ഭീഷ്മക ത്വാം പശ്യൻ ഭക്തിഭൂമ്നൈവ കി സപദി യയൗ നിഷ്കള ബ്രഹ്മഭൂയം സംയാജ്യാദശ്വമേധൈ ത്രിഭിരതിമഹിതൈർധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തോ ദ്വാരകാം ത്വം പവനപുരപതേ പാഹി മാം സർവരോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ധർമ്മൗഘം, ധർമ്മത്തിന്റെ ഔഘം, ധർമ്മസമൂഹം, ധർമ്മക്കൂട്ടം. ധർമ്മസൂനോ, ധർമ്മപുത്രക്ക്. അഭിദത്, ഉപദേശിച്ചവനായി. അഖിലം, എല്ലാ. ഛന്ദമൃത്യുസ്സ ഭീഷ്മഃ, സ്വച്ഛന്ദ മൃത്യുവായ ആ ഭീഷ്മർ. ഇഷ്ടപ്പെടുമ്പോൾ മാത്രം മരണമടയുന്ന വരം ലഭിച്ച ഭീഷ്മർ. ത്വാം പശ്യൻ, അങ്ങയെ ഭഗവാനെ ദർശിച്ചിട്ട്. ഭക്തിഭൂമ്ന ഏവഹി, ഭക്തിയുടെ ആധിക്യം മൂലം. സപതിയയൗ, പെട്ടെന്ന് തന്നെ പ്രാപിച്ചു. നിഷ്കള ബ്രഹ്മഭൂയം, നിഷ്കള ബ്രഹ്മഭാവത്തെ. സംയാജ്യ, യജിച്ചിട്ട്, യാഗം ചെയ്തിട്ട്. അതാ പിന്നെ അശ്വമേധൈ ത്രിഭിർ, 3 അശ്വമേധയാഗങ്ങളാൽ. അതിമഹിതൈർ, അതിശ്രേഷ്ഠങ്ങളായ. ധർമ്മജം, ധർമ്മപുത്രരെ. പൂർണ്ണകാമം, പൂർണ്ണകാമനാക്കി, എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചവനാക്കി. സംപ്രാപ്തോ ദ്വാരകാം, ദ്വാരകാപുരത്തിൽ തിരിച്ചെത്തിയ. ത്വം പവനപുരപതേ, അങ്ങ് ശ്രീ ഗുരുവായൂരപ്പ. പാഹിമാം സർവരോഗാത്, സർവരോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. സ്വച്ഛന്ദ മൃത്യുവായ ഭീഷ്മപിതാമഹൻ ധർമ്മപുത്രർക്ക് എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ച ശേഷം ഭഗവാനായ അങ്ങയെ ദർശിച്ചുകൊണ്ട് ഭക്തിയാതിശയത്താൽ കേവലമായ നിഷ്കളമായ ബ്രഹ്മഭാവത്തെ ക്ഷണത്തിൽ പ്രാപിച്ചു. അനന്തരം പൂർണ്ണകാമനായ യുധിഷ്ഠിരനെ കൊണ്ട് 3 അശ്വമേധയാഗങ്ങളെ നടത്തിയിട്ട് സന്തുഷ്ടനാക്കി ദ്വാരകയിൽ തിരിച്ചെഴുന്നള്ളിയാലയോ ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ സർവരോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. മഹാഭാരതം അനുശാസപർവത്തിൽ ഭീഷ്മരുടെ ഉപദേശങ്ങൾ വ്യാസ മഹർഷി നമുക്കായി പകർന്നു തരുന്നു. സർവാർത്ഥ സാധകമായ വിഷ്ണു സഹസ്രനാമവും ഭീഷ്മപിതാമഹനിലൂടെ ഭക്തർക്കായി അനാവരണം ചെയ്യപ്പെടുന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇത് മഹാഭാരതത്തിൽ അനുശാസന പർവത്തിലാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 ശ്ലോകം 32 മുതൽ 42 വരെ ഭീഷ്മസ്തുതി പാരായണം ചെയ്യുക. പിന്നെ അന്ത്യത്തിൽ ഭീഷ്മപിതാമഹൻ ഉത്തരായനകാലം സമാഗതമായപ്പോൾ മൃത്യുവിനെ വരിച്ചു. ഭക്തരുടെ പരിതാപം തീർക്കുന്ന പാദപത്മങ്ങളോടുകൂടിയ ഈ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ഞാൻ ഈ മർത്യശരീരമാകുന്ന കൂടിനെ വിട്ടിതാ പോകുന്നു എന്നിങ്ങനെ ഭീഷ്മപിതാമഹൻ ഭഗവാനെ ധ്യാനിച്ചും ആ ദിവ്യമംഗള സ്വരൂപത്തെ മുന്നിൽ കണ്ടും ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി ശ്രീകൃഷ്ണനിൽ ആത്മാവിനെ പ്രവേശിപ്പിച്ചിട്ട് സ്വർഗം പ്രാപിച്ചു. ശ്രീ ഗുരുവായൂരപ്പ ശരണം.